Hi മക്കളെ, വെൽക്കം ബാക്ക് ടു ക്രസന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അബ്ദുൽ അഹദ് മഷൂർ. മക്കളെ, ഇത് കേട്ടത് ശരിയാണ്. NMMSന്റെ ഡേറ്റ് മാറ്റി. അതെ, ശരിയാ, നീ കേട്ടത് ശരിയാ. NMMSന്റെ ഡേറ്റ് മാറ്റിയത് ശരിയാ. ജനുവരി 21 മാറ്റിയതെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ, അറിഞ്ഞിട്ടുണ്ടാവും. എക്സാം മാറ്റിയതോടെ സന്തോഷിച്ചവരുണ്ടാവും, സങ്കടപ്പെട്ടവരുണ്ടാവും. സന്തോഷിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔല് വായിച്ച അവർ പഠിച്ചവരുണ്ടാവും. സാറ്റിന്റെ SS കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ടാവും, പിന്നെ ബേസിക് സയൻസ് കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ അപ്പുറത്തുണ്ടാവും മാത്സ് ഇരിക്കുന്ന അങ്ങനെ മാത്സ് പാടാവാന്നുള്ള രൂപത്തിൽ മാത്സിൽ ഒന്നാണ് ടോപ്പിക് അറിയും. പിന്നെ മെന്റൽ എബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ മെന്റൽ എബിലിറ്റി കുറച്ച് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത്തരക്കാർക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം എന്താ, ഇനി പഠിക്കാൻ 1 മാസത്തിന്റെ അടുത്ത് സമയമുണ്ട്. ഈ 1 മാസം നല്ല രീതിയിൽ കണ്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കിട്ടും, NMS കിട്ടും. പഠിക്കോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ എന്തായാലും മാറ്റിയതിൽ സന്തോഷം ഉണ്ടാവും. ഇത്തരക്കാരോട് പറയാനുള്ളത്, മക്കളെ, ഇതൊരു അവസരമാണ്. നിങ്ങൾ പകുതി പഠിച്ചിട്ട് NMS എഴുതുന്നതിനേക്കായി ഫുള്ളായിട്ട് പഠിച്ചിട്ട് എഴുതില്ല നല്ലത്. ഏതായാലും പഠിച്ചപ്പോൾ പിന്നെ ഫുള്ളായിട്ട് പഠിച്ചിട്ടാണ്ട് എഴുതാം. അതിനുള്ള സമയമുണ്ട്, 1 മാസത്തെ സമയമുണ്ട്. എന്നാൽ ഈ സങ്കടപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരക്കാരുണ്ടാവും. ഒന്ന്, ഫുള്ള് പഠിച്ചവര്, അതും ഏത് സമയത്ത് നിങ്ങളെ ക്രിസ്മസ് എക്സാം അപ്പുറത്ത് നടക്കാം. ഈ ക്രിസ്മസ് എക്സാമിന്റെ ഇടയിൽ കഷ്ടപ്പെട്ട് രാത്രിയിൽ ഉറക്കൊഴിച്ച് NMMSന് വേണ്ടിയിട്ടും കൂടെ പഠിച്ച കുറെ കുട്ടികളുണ്ടാവും. അവർക്ക് ഭയങ്കര സങ്കടമാവില്ലേ സ്വാഭാവികമായിട്ട്, എക്സാം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്തരക്കാരോട് പറയാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളെ നിങ്ങൾ പഠിച്ച സാധനങ്ങൾ ഒന്നുപാടെ പെർഫെക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. 1 മാസത്തെ റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതില് പെർഫെക്റ്റ് അല്ല, പ്രോമാക്സ് ആയി മാറുന്നത് ആ ഒരു സബ്ജക്റ്റിൽ. അപ്പോ എക്സാം ജനുവരി 21 വരുന്ന സമയത്ത് 21-ാം തീയതി ആകുമ്പോഴത്തേന് മുഴുവൻ പഠിച്ചവരെ എന്താ പറയുക, 1 മാർക്ക് പോലും പോകാത്ത രൂപത്തിൽ സെറ്റായിട്ട് പവറായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ടൈമുണ്ട്, 1 മാസം. ഈ 1 മാസത്തെ എന്ത് ചെയ്യാം, വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കാം. പിന്നെ സങ്കടം വരെ രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30-ാം തീയതി NMS എക്സാം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി മിസ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും പരിപാടി ഏറ്റെടുത്തവരോ അല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരക്കാർക്ക് ഭയങ്കര സങ്കടമാവും. കാരണം എന്താ, അത് പോകാൻ പറ്റൂല. അതന്നെ. പിന്നെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് അവധിയല്ലേ, ഈ അവധി ടൈമില് 30 കഴിഞ്ഞ് 1, 2, 5 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഈ 5 ദിവസം അത്തരക്കാരോട് പറയാനുള്ളത്, ഇരുന്ന് പഠിക്കാം. ട്രിപ്പൊക്കെ പിന്നെയും പോവാം. NMS കിട്ടിയിട്ട് 48,000 രൂപ കയ്യിൽ വന്നു കഴിഞ്ഞാല് നിങ്ങള് ഊട്ടിക്കാണ് ഇപ്പൊ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ എവിടെ പോവാം, കാശ്മീർ പോയി വരാനുള്ള പൈസ ഉണ്ടാവും. അതും ഫാമിലി ആയിട്ട് കാശ്മീർ പോയി വരാം, അത്രത്തോളം പൈസ കയ്യിൽ വരും. അപ്പൊ എന്ത് ചെയ്യാം, ഉള്ള ടൈം വേണ്ട വിധത്തില് മാക്സിമം ഉപയോഗിക്കുക. ഇതൊരു അവസരമാണ്, കുഴപ്പമില്ല. എല്ലാ വിഭാഗക്കാരോടും പറയാനുള്ളത് അതേ ഉള്ളൂ, അവസരമാണ്, കുഴപ്പമില്ല. പിന്നെ ഇനി വീടുകളിൽ കാണാൻ പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്, അത് ഇതാണ്. അതെ, കേട്ടുറങ്ങും. ഈ മുഴുവൻ പഠിച്ച കുട്ടികൾ വിചാരിക്കും ഏതായാലും ഫുള്ള് പഠിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എക്സാം ആവുന്ന സമയത്ത് നല്ല രീതിക്ക് ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരാഴ്ച ഒന്ന് ഇതിനു വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ സ്ഥാനം കിട്ടും വിചാരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് എക്സാം ആവുമ്പോൾ നിങ്ങളൊരു റിയാലിറ്റി മനസ്സിലാക്കണം മക്കളെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൈമള്ളത് പോയിട്ടുണ്ടാവും. കാരണം എന്താ, നമ്മൾ ആരും റോബോട്ടുകളല്ല. ഈ റോബോട്ടിനാണ് സാധാരണ സിസ്റ്റത്തിൽ കണ്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളത്. മനുഷ്യന്മാർക്ക് അതില്ല. അതുകൊണ്ട് നമ്മളെ മണ്ടനകത്ത് ഒരു സാധനം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മറന്നു. സോ മുഴുവൻ പഠിച്ചവരോടാണ് മാറ്റൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിക്ക് എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യാം. അതിനെ ചെയ്യാനുള്ളൂ. അപ്പോ മാറ്റിലൊന്നും 1 മാർക്ക് പോലും പോകാത്ത രൂപത്തിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കുക. പിന്നെ സാറ്റാണെന്നുണ്ടെങ്കിൽ ചെയ്തത് പഠിച്ചത് റിവൈസ് ചെയ്ത് ഈ മുക്കൊക്കെ വിട്ടിട്ടാവും ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് അടക്കാണ്ട് പഠിച്ചു വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത NMSന്റെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളെ പേരിലുണ്ടാവും. പിന്നെ ഈ പൗതി പഠിച്ചവരോടാണ്, ഇനി പഠിക്കാൻ മുഴുവനായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ടൈമുണ്ട്. 1 മാസത്തിന്റെ അടുത്ത് സമയമുണ്ട്. 1 മാസമില്ല, 1 മാസത്തിന്റെ അടുത്ത് സമയമുണ്ട്. പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ള കുട്ടികൾ ചിലപ്പോൾ കിടന്നുറങ്ങുന്നുണ്ടാവും. മറ്റുള്ള കുട്ടികൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് തോണ്ടിയിരിക്കുന്നുണ്ടാവും. മറ്റുള്ള കുട്ടികൾ ചിലപ്പോൾ സമയത്ത് വെറുതെ കളയുന്നുണ്ടാവും. അപ്പോഴും നിങ്ങൾ പഠിക്കണം. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ, മറ്റുള്ളവർ വെറുതെ ഇരിക്കുമ്പോൾ, മറ്റുള്ളവർ റീൽസ് തോണ്ടുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവര് വെറുതെ ഇരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ സമയത്ത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സമയം വരാനുണ്ട്, ഈ വെറുതെ ഇരുന്നവരും
റീൽസ് തോണ്ടി വരും, പിന്നെ പബ്ജി കളിച്ചവരൊക്കെ കൈയടിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾക്ക് NMMSന്റെ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും. നിങ്ങൾ സ്കൂൾ അസംബ്ലിക്ക് ഈ വെറുതെ ഇരുന്ന കുട്ടികളെ മുമ്പില്, ഈ റീൽസ് തോണ്ടിയ കുട്ടികളെ മുമ്പില്, ഈ സമയം വെറുതെ ഉറങ്ങി കഴിച്ച കുട്ടികളെ മുമ്പില്, അവരെ മുമ്പിൽ നിന്ന് നിങ്ങൾ സമ്മാനം വാങ്ങുന്ന ഒരു ദിവസം സ്വപ്നം കാണാം. പിന്നെ നിങ്ങളുടെ പേരൻസിന്റെ കയ്യും പിടിച്ച് അപ്പോഴത്തെ ക്ലബ്ബ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അനുമോദന ചടങ്ങില് നിങ്ങൾ അവരെ കയ്യും പിടിച്ചിട്ട് നിങ്ങൾ പോകുന്ന ഒരു ദിവസത്തെ സ്വപ്നം കാണാം. എന്തിനു വേണ്ടിയിട്ട്? NMMS കിട്ടിയ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോ തണുപ്പാണ്, നല്ല തണുപ്പാണ്, കേരളത്തിൽ മുഴുവൻ തണുപ്പാണ്. ഈ തണുപ്പിനെ അതിജീവിച്ച് രാവിലെ എണീറ്റ് വേണ്ട വിധത്തിൽ എന്ത് ചെയ്യാം, പക്ക ആയിട്ട് പഠിക്കുക. ഇനി പഠിക്കാനുള്ള ദിവസത്തെ പാഴാക്കി കളയരുത്, ഉഴപ്പരുത്. വീണ്ടും പറയുന്നു, ഉഴപ്പരുത്. ഇനി ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായി മാറും? ഈ നീട്ടിയത് ഒരു തിരിച്ചടിയായി മാറും. ഇപ്പോ ഫുള്ള് പഠിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഉഴപ്പാൻ സാധ്യതയുണ്ട്. കാരണം പഠിച്ചെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റിവിഷൻ മാത്രം ചെയ്താൽ മതി എന്നാണ് നിങ്ങളെ ധാരണ എന്നുണ്ടെങ്കിൽ മൈൻഡിൽ നിന്ന് മറന്നു പോകും. ഇപ്പോഴേ പറയാണ്, നല്ല രീതിക്ക് പഠിച്ച് എന്ത് ചെയ്യാം, പോവാം. പിന്നെ ലാസ്റ്റിൽ പഠിച്ചവനെ വീട്ടിലായി എന്ന് ആലോചിക്കരുത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. നമ്മളെ കൂടെ എല്ലാ സപ്പോർട്ടും നമ്മളുണ്ടാവും. SSന്റെ ഒരു കിഡിലോസ്ക്ക് വീഡിയോ വരാണ്ട് മക്കളെ. അത് പഠിച്ചു കഴിഞ്ഞാൽ SSൽ പകുതി മാർക്ക് ഫിക്സ് ആണ്. ബാക്കി മാർക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അത് വീഡിയോയിൽ പറയാം. ഒരു 2, 3, 4 ദിവസത്തിനുള്ളിൽ എന്തായാലും സാധനം വരും. അപ്പോ വീഡിയോ കാണാം, സെറ്റ് ആക്കുക, പവർ ആക്കുക. എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. Bye.